ഹലോ ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളന്ന് കൺട്രി കറൻസി പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ഒന്നിച്ചൊരു 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം റീസണിങ് അനലോഗിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പെർസെൻറ്റേജ് നമ്മൾ 2.25 മണിക്കൂർ നോക്കിയായിരുന്നു, അപ്പോൾ അതൊരു 4 മണിക്കൂർ 53 മിനിറ്റ് വരെ നോക്കുക. നമ്മൾ ഏകദേശം ഈ ഒരു 7 ഡേ അല്ലെങ്കിൽ 6 ഡേ ആകുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ മനസ്സിലാവും ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് എത്രത്തോളം ഉപകാരം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആ പെർസെൻറ്റേജിന്റെ ക്ലാസ് കഴിഞ്ഞ് അതിന്റെ നോട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അത് നമ്മൾ പിനാക്കിൾ previous ഇയർ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റഡി പ്ലാൻ എത്രത്തോളം വർത്താണെന്ന്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഒരു 7 ഡേ വരെ എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും, നമുക്ക് ആ ഒരു പവർ കിട്ടും. ഓക്കെ, നമുക്കത് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ഇപ്പോൾ 4 മണിക്കൂർ 53 മിനിറ്റ് വരെ കവർ ചെയ്യുക. പിന്നെ ഗ്രാമർ, ബേസിക്സ് ഓഫ് ഗ്രാമറിന്റെ 3ാമത്തെ ക്ലാസ് ആണ്, അത് കാണുക. ഓക്കെ, പിന്നെ അനലോഗി നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പോവാണ്, PYQ ചെയ്ത് തുടങ്ങാൻ പോവാണ്. 1 to 150 ക്വസ്റ്റ്യൻസ് ഇന്ന് പിനാക്കിളിൽ അല്ലെങ്കിൽ കിരൺ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങുക PYQന്റെ, എന്നിട്ട് നമ്മൾ അനലോഗി ഇന്ന് തുടങ്ങുകയാണ്. PYQ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ ഏഷ്യൻ ഹിസ്റ്ററി നമ്മൾ ആ ബുക്കിലെ ലൂസന്റ് ബുക്കോ മനോഹർ ബുക്കോ ഏതെങ്കിലും ഒരു ബുക്കിൽ നമ്മൾ മഹാജനപദാസും ബുദ്ധിസവും ഇന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് PYQ തുടങ്ങാം. ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വായിച്ച് റിവൈസ് ചെയ്തിട്ട് PYQ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഉള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യണേ. ചെയ്തോ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും. പിന്നെ ട്രിക്ക് തോന്നൂടാ. ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2/3 ആണ് നമ്മളുടെ സെക്കൻഡ് നമ്പർ. ഓക്കെ, അതായത് 16 എടുത്തു കഴിഞ്ഞാൽ 16 ഇൻറ്റു ഒരു 2 കൂട്ടുക 18/3. 18 3 വെട്ടിയാൽ 6 വരും, അപ്പോൾ 96. ഓക്കെ, അതുപോലെ തന്നെ 18 2 കൂട്ടി 20/3. 18 ഉണ്ടാവും 6 120. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2/3 ആണ് 161. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്താവും, ഇത് അങ്ങോട്ട് പോകും. അതായത് ഇവിടെ ഒരു യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്, ഇവിടെ ഇൻറ്റു 3 വരും ഈ ഹരണം അപ്പുറത്തേക്ക് പോകുമ്പോൾ. അപ്പൊ ലാസ്റ്റ് യൂണിറ്റ് എന്താണ് 3 വരുന്നത്. ഇവിടെ ലാസ്റ്റ് യൂണിറ്റ് 3 വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഇതിന്റെ ഒപ്പം 2 ആഡ് ചെയ്താൽ എന്താവും 20 × 22 യൂണിറ്റ് ഡിജിറ്റ് 0 ആവുള്ളൂ. ഇതല്ല, ഇതിന്റെ ഒപ്പം 4 ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 26. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് 4 വരും. നമ്മുടെ 3 ആണ് വേണ്ടത്, അപ്പൊ ഇതുമല്ല. ഇവിടെ 21 ആണ്, ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 23. അതായത് യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും 3 വന്നു. ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഇതെല്ലാവരും നോക്കിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് പാടായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ യൂണിറ്റ് ഡിജിറ്റും അങ്ങനെയുള്ള പരിപാടിയൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഐഡിയ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയ എന്ന് പറയുന്നത് x³ പ്ലസ് x² പ്ലസ് എക്സ്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ x³ പ്ലസ് x² പ്ലസ് എക്സ്. അപ്പോൾ 4ന്റെ x³ എന്താ 64. ഓക്കെ, സ്ക്വയർ എന്താ 16, പിന്നെ ഒരു 4 കൂടി. അപ്പം എന്താ 4 4 8 8 6 14 4 ഇഷ്ടം 1 6 1 7 1 8. ഓക്കെ, ഇതുപോലെ 11ന്റെ ക്യൂബ് എന്താ വരുന്നത് 1331. 11ന്റെ സ്ക്വയർ 121, പിന്നെ ഒരു 11. ലാസ്റ്റ് എന്ത് വരും 3 വരും. ലാസ്റ്റ് 3 വരുന്ന ഒരു ആൻസർ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതില് ഫസ്റ്റ് നമ്പർ ഹരണം 4 മൈനസ് 8. ഇത്രയേ ഉള്ളൂ. 76ന് പകുതി എത്രയാ 38. 38ന്റെ പകുതി എത്രയാ 19. 19 മൈനസ് 8 11. ഇതാണ് ആ ബന്ധം. പിന്നെ 68. 68ന്റെ പകുതി എത്രയാ 34. 34ന്റെ പകുതി 17. 17ന് 8 കുറച്ചാൽ 9 കിട്ടും. 88ന്റെ പകുതി 44. 44ന്റെ പകുതി 22. 22ന് 8 കുറച്ച് എത്ര കിട്ടും 14.
ഇത്രയേ ഉള്ളൂ 3 ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ POQ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. റീസണിങ്ങിന്റെ ഈ ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ. ഓക്കെ, ബൈ.